നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. രാജ്യത്തെ സർക്കാർ സേവനങ്ങളിൽ തടസ്സമില്ലെന്ന് ബഹ്റൈനിലെ പൊതുമേഖലകളുടെ പ്രവർത്തനം നാളെ ചൊവ്വാഴ്ച മുതൽ പഴയതുപോലെ തുടരുമെന്ന് സിവിൽ സർവീസ് ബ്യൂറോ അറിയിച്ചു. അടിയന്തരമായി പുറപ്പെടുവിച്ചിരുന്ന സർക്കാർ സ്ഥാപനങ്ങളിലെയും മന്ത്രാലയങ്ങളിലെയും ജോലിക്കാർക്കുള്ള വർക്ക് അറ്റ് ഹോം പിൻവലിച്ചതായും എല്ലാ സർക്കാർ മന്ത്രാലയങ്ങളും സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പഴയതുപോലെ പ്രവർത്തിക്കുമെന്നും അധികൃതർ അറിയിച്ചു. നടപടികളിൽ സഹകരിച്ച എല്ലാ ജനങ്ങൾക്കും ആഭ്യന്തര മന്ത്രാലയം നന്ദി അറിയിച്ചു. ഏതുതരം അടിയന്തര സാഹചര്യങ്ങളെയും നേരിടാൻ സന്നദ്ധമാണെന്നും അധികൃതർ പറഞ്ഞു. മേഖലയിലെ നിലവിലെ സാഹചര്യങ്ങൾ മുൻനിർത്തി സ്വീകരിച്ച താൽക്കാലിക സുരക്ഷാ നടപടികളിൽ പൊതുജനങ്ങളുടെ സഹകരണത്തിനും അധികൃതർ നന്ദി രേഖപ്പെടുത്തി. രാജ്യത്തിന്റെ സുരക്ഷാ നടപടികൾ സംബന്ധിച്ച് ഔദ്യോഗിക സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ, മൈഗവ് ആപ്പ് എന്നിവയിലൂടെ യഥാസമയം മാർഗനിർദ്ദേശങ്ങൾ അറിയിക്കും. സ്വദേശികളും പ്രവാസികളും ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും കിംവദന്തികൾ പ്രചരിപ്പിക്കരുതെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ അസോസിയേഷൻ ബഹ്റിന്റെ വാർഷിക വേനൽക്കാല അവബോധ പരിപാടിയായ തേഴ്സ്റ്റ് ക്വഞ്ചേഴ്സ് 2025 തുടക്കമായി. ജൂൺ 15 മുതൽ ആരംഭിക്കുന്ന 3 മാസത്തെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ അസോസിയേഷൻ ICRF ബഹ്റിൻ വാർഷിക വേനൽക്കാല അവബോധ പരിപാടിയായ തേഴ്സ്റ്റ് ക്വഞ്ചേഴ്സ് 2025 തുടക്കം കുറിച്ചത്. ബഹ്റൈനിലെ വേനൽക്കാലമായ ജൂൺ 15 മുതൽ 3 മാസത്തേക്ക് സുരക്ഷിതമായ തൊഴിലന്തരീക്ഷം ഉറപ്പാക്കാനുള്ള തൊഴിൽ മന്ത്രാലയത്തിന്റെ സംരംഭവുമായി ചേർന്ന് ICRF ബഹ്റൈൻ വിവിധ ജോലി സ്ഥലങ്ങളിലെ തൊഴിലാളികൾക്ക് വെള്ളം, ജ്യൂസ്, ലബാൻ, പഴങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നു. ഈ വർഷം ആഭ്യന്തര മന്ത്രാലയം, തൊഴിൽ മന്ത്രാലയം, LMRA, IOM എന്നിവയുടെ പിന്തുണയോടെയാണ് പരിപാടി നടക്കുക. ഇതിന്റെ ഭാഗമായി ജൂൺ 21 ശനിയാഴ്ച സല്ലാക്കിലെ സെബാർക്കോ വർക്ക് സൈറ്റിൽ നടന്ന ആദ്യ പരിപാടിയിൽ ഏകദേശം 500ഓളം തൊഴിലാളികളാണ് പങ്കെടുത്തത്. ICRF ജനറൽ സെക്രട്ടറി അനീഷ് ശ്രീധരൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ആഭ്യന്തര മന്ത്രാലയത്തിലെ ക്യാപ്റ്റൻ നൂറ ഫുഹാദ് അൽ തമീമി, നൈദൽ അബ്ദുള്ള അൽ അലവായി, മുഹമ്മദ് എ റസൂൽ അൽ സബാ, ഹുസൈൻ ഇസ്മായിൽ അവാദ്, അബ്ദുൾ റസൂൽ ഇബ്രാഹിം അൽ ജനുസാനി, തൊഴിൽ മന്ത്രാലയത്തിൽ നിന്ന് ഹസൻ അൽ അറാദി, ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ഇൻസ്പെക്ഷൻ മേധാവി, LMRAയിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥൻ ഹുസൈൻ അൽ ഹുസൈനി, സെബാർക്കോ കമ്പനിയിലെ ധനകാര്യ ഡയറക്ടർ ഫഹദ് അൽ ബിനാലി, ജോസ് പിഡിയാക്കൽ എന്നിവർ പങ്കെടുത്തു. തൊഴിലാളികളുടെ ക്ഷേമത്തിനായി ബഹ്റൈനിലെ മന്ത്രാലയങ്ങൾ നടത്തിവരുന്ന ശ്രമങ്ങളെ ICRF ചെയർമാൻ അഡ്വക്കേറ്റ് VK തോമസ് അഭിനന്ദിച്ചു. വേനൽക്കാലത്ത് സ്വീകരിക്കേണ്ട ആരോഗ്യ സുരക്ഷാ മുൻകരുതലുകളെക്കുറിച്ച് ചടങ്ങിൽ അഡ്വൈസർ ഡോക്ടർ ബാബു രാമചന്ദ്രൻ സംസാരിച്ചു. ആരോഗ്യകരവും സുരക്ഷിതവുമായ വേനൽക്കാലം നിലനിർത്തുന്നതിനെക്കുറിച്ചുള്ള അവബോധം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ പരിപാടിയുടെ പ്രാഥമിക ലക്ഷ്യം. ICRF തേഴ്സ്റ്റ് ക്വഞ്ചേഴ്സ് 2025 കോർഡിനേറ്റർ ഫൈസൽ മടപ്പള്ളി, ICRF അംഗങ്ങളായ അരുൾദാസ് തോമസ്, പ്രകാശ് മോഹൻ, പങ്കജ് നല്ലൂർ തുടങ്ങി നിരവധി അംഗങ്ങൾ വിതരണത്തിൽ പങ്കെടുത്തു. ലക്ഷ്യം 2025 വോയിസ് ഓഫ് ആലപ്പി വെബിനാർ ജൂൺ 27 സംഘടിപ്പിക്കും. കേരള സംസ്ഥാന സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് വകുപ്പുമായി സഹകരിച്ചാണ് ലക്ഷ്യം 2025 എന്ന പേരിൽ വെബിനാർ ഒരുക്കുക. ജൂൺ 27 വെള്ളിയാഴ്ച രാവിലെ ബഹ്റൈൻ സമയം 10:30 കരിയർ ഗൈഡൻസ് വെബിനാർ. 13 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഈ ക്ലാസ്സിൽ പങ്കെടുക്കാം. പ്രമുഖ കരിയർ ഗൈഡൻസ് കൗൺസിലർമാരായ രാജേഷ് VR, കേരള സർവകലാശാല എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ തിരുവനന്തപുരം, ബിനു ബാഹുലയൻ, അസിസ്റ്റന്റ് സെന്റർ മാനേജർ, കരിയർ കൗൺസിലർ, കരിയർ ഡെവലപ്മെന്റ് സെന്റർ തൃപ്പൂണിത്തറ എന്നിവരാണ് നേതൃത്വം നൽകുക. ഉപരിപഠന മേഖലകളെ സംബന്ധിച്ചുള്ള ക്ലാസുകൾക്കൊപ്പം വെബിനാറിൽ പങ്കെടുക്കുന്നവരുടെ സംശയ നിവാരണത്തിനായി പ്രത്യേക സെഷനും ഉണ്ടായിരിക്കും. തികച്ചും സൗജന്യമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ കരിയർ ഗൈഡൻസ് വെബിനാറിൽ വോയിസ് ഓഫ് ആലപ്പി അംഗങ്ങളല്ലാത്തവർക്കും പങ്കെടുക്കാം. പങ്കെടുക്കുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കും സിബിൻ സലിമിനെ 33051786, ധനേഷ് മുരളിയെ 33193710, ബോണി മുളപ്പാമ്പള്ളിനെ 39882829 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. BMC ന്യൂസിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.
BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന സിസ്റ്റേഴ്സ് നെറ്റ്വർക്ക് വേനലിൽ ആശ്വാസമേകാനും ആരോഗ്യകരവും സുരക്ഷിതവുമായ വേനലിനെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയും വിവിധ ലേബർ ക്യാമ്പിലെ തൊഴിലാളികൾക്ക് പ്രഭാത ഭക്ഷണം, ജ്യൂസ്, വെള്ളം, ഫ്രൂട്ട്സ് എന്നിവ വിതരണം ചെയ്തു. സിസ്റ്റേഴ്സ് നെറ്റ്വർക്ക് രക്ഷാധികാരി ഷക്കീല മുഹമ്മദ് അലി, പ്രസിഡന്റ് അലീമ ബീവി, സെക്രട്ടറി മായ അച്ചു, ജോയിന്റ് സെക്രട്ടറി ഷംല നസീർ, സൗദ, റീന, ഫാത്തിമ, അനിത, മായ രാജു, ജമീല, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകിയ പരിപാടിയിൽ സയ്യിദ് ഹനീഫ് ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ്, സാമൂഹ്യ പ്രവർത്തക ആയിഷ നിഹാര എന്നിവരും പങ്കെടുത്തു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ UDFന്റെ മിന്നുന്ന വിജയം കേരള മുഖ്യമന്ത്രിക്കുള്ള ജനങ്ങളുടെ മറുപടിയാണെന്ന് OICC മലപ്പുറം ജില്ലാ കമ്മിറ്റി. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഇടതുപക്ഷം നടത്തിയ ശ്രമങ്ങൾക്കേറ്റ തിരിച്ചടിയാണ് തിരഞ്ഞെടുപ്പ് ഫലമെന്ന് OICC മലപ്പുറം ജില്ലാ പ്രസിഡന്റ് റംഷാദ് ഐലക്കാട്, ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് പടിക്കൽ എന്നിവർ പ്രസ്താവനയിൽ അറിയിച്ചു. മതനിരപേക്ഷ നിലപാടുകളെ ചരിത്രത്തിൽ നിന്ന് പൂർണ്ണമായും തിരസ്കരിക്കാൻ സംഘടിതമായ ശ്രമം നടക്കുന്ന കാലഘട്ടമാണിതെന്ന് P. ഹരീന്ദ്രനാഥ്. പ്രിയദർശിനി പബ്ലിക്കേഷൻസിന്റെയും OICC കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ നടത്തിയ യോഗത്തിൽ പ്രമുഖ ചരിത്രകാരൻ P. ഹരീന്ദ്രനാഥ് അഭിപ്രായപ്പെട്ടു. പ്രിയദർശിനി പബ്ലിക്കേഷൻ കോഴിക്കോട് ജില്ലാ കോർഡിനേറ്റർ അഷ്റഫ് പുതിയപാലം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ OICC കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് പനായി സ്വാഗതം ആശംസിച്ചു. പ്രിയദർശിനി പബ്ലിക്കേഷൻ ബഹ്റൈൻ കോർഡിനേറ്റർ സയ്യിദ് MS ആമുഖ പ്രഭാഷണം നടത്തി. OICC ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നത്താനം, OICC ആക്ടിംഗ് പ്രസിഡന്റ് ജവാദ് വക്കം, ജനറൽ സെക്രട്ടറിമാരായ മനു മാത്യു, പ്രദീപ് മേപ്പയൂർ, OICC കോഴിക്കോട് ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് ബിജുപാൽ CK എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വീണ്ടും ഒരു ഇടവേള. UDFന്റെ വിജയം താൽക്കാലികമെന്ന് ബഹ്റൈൻ നവകേരള. കേരളത്തിന്റെ മതേതര മനസ്സുകളെ മുറിവേൽപ്പിച്ച് നേടുന്ന വിജയം താൽക്കാലികം മാത്രമാണ്. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് കൂടുതൽ പാഠങ്ങൾ ഉൾക്കൊണ്ട് തികഞ്ഞ ജാഗ്രതയോടെ ഇടതുപക്ഷം മുന്നോട്ട് പോകേണ്ടതുണ്ട്. സ്വരാജ് നിയമസഭയിൽ എത്താതെ പോയത് നിലമ്പൂരുകാരുടെ മാത്രമല്ല, കേരള ജനതയുടെ കൂടെ നഷ്ടമാണെന്നും ബഹ്റൈൻ നവകേരള അറിയിച്ചു. ഇറാൻ-ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകവെ ഇസ്രായേലിന് വീണ്ടും മുന്നറിയിപ്പ് നൽകി ഇറാനിലെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി. ഇസ്രായേൽ ഗുരുതരമായ തെറ്റ് ചെയ്തെന്നും ഇപ്പോഴിതിന് ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഖമനേയി പറഞ്ഞു. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയതിന് പിന്നാലെയായിരുന്നു ഖമനേനിയുടെ പ്രതികരണം. എന്നാൽ അമേരിക്ക നടത്തിയ ആക്രമണത്തെക്കുറിച്ച് ഖമനേയി പ്രസ്താവനയിൽ പരാമർശിച്ചിട്ടില്ല. എക്സിലൂടെയായിരുന്നു പ്രതികരണം. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞ മലയാളി നഴ്സ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു. മൃതദേഹം നാളെ നാട്ടിലെത്തിച്ചേക്കും. മൃതദേഹം തിരിച്ചറിയാനായി രഞ്ജിതയുടെ അമ്മയുടെ DNA സാമ്പിളും ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. രഞ്ജിതയുടെ മൃതദേഹം നാളെ നാട്ടിലെത്തിക്കുമെന്നും സംസ്കാരം നാളെ നടത്തുമെന്നും ബന്ധുക്കൾ അറിയിച്ചു. നാളെ രാവിലെ 7 മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മൃതദേഹം എത്തും. തുടർന്ന് പത്തനംതിട്ട പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനം നടത്തും. വൈകിട്ടോടെ വീട്ടുവളപ്പിൽ വെച്ചായിരിക്കും സംസ്കാരം നടക്കുക. വീണ്ടും ഒരു ഇടവേള. This July and August, let your child shine with creativity, confidence and a whole lot of fun. iMac Cochin Kalabavan is back with Summer Class 2025, a perfect mix of learning and enjoyment. From cinematic dance, classical dance, vocal music, instrumental music, to art and craft, drawing and painting, and martial arts, we have got something for every young talent. That's not all. We have lined up fun activities like field trips, movie time, yoga, games, thrilling competitions, and much more to keep the excitement going. Worried about transport? We've got it covered. And for the grand finale, every child's performances will be live streamed on BMC Global Live. And guess what? All this at an affordable fee so that every child gets a chance. Admissions are open now, and here's the best part.
first 50 admissions get the registration fee for free. So hurry up, call the number shown on the screen now to give your child a summer full of joy, creativity and new friendships. ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടനെ കൈവിടാതെ നിലമ്പൂരിന്റെ മണ്ണ് 11,077 വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിലാണ് നിലമ്പൂരുകാർ സ്നേഹത്തോടെ ബാപ്പൂട്ടി എന്ന് വിളിക്കുന്ന UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിച്ചിരിക്കുന്നത്. ഷൗക്കത്ത് വോട്ടുകൾ നേടിയപ്പോൾ LDF സ്ഥാനാർത്ഥി M സ്വരാജും സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറും BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജും പിറകിലായി. നിലമ്പൂരിലെ പരാജയത്തോടെ കേരള നിയമസഭയിലെ LDF അംഗങ്ങളുടെ എണ്ണം 99-ൽ നിന്ന് 98 ചുരുങ്ങി. 9 വർഷക്കാലം LDF-നൊപ്പം നിന്ന മണ്ണാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് കോൺഗ്രസിനും UDF-നും വേണ്ടി തിരിച്ചുപിടിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതലുണ്ടായിരുന്ന എല്ലാ വിവാദങ്ങൾക്കും ഇതോടെ മറുപടിയായിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പട്ടം SUT ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ് VS. ആരോഗ്യനില തൃപ്തികരമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. ശുഭരാത്രി.